ഒരു സമുദായം, മുസ്ലിം സമൂഹത്തിലെ ഒരു സംഘടന ഉണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയ. നമ്മൾ അവരോട് ദേഷ്യമുള്ളത് കൊണ്ട് പറയല്ല, അതൊരു സത്യമാണ്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒരുപോലെ പഠിച്ചു. രാജ്മോഹൻ ഗാന്ധി അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീതാറാം യെച്ചൂരി ജമാഅത്തെ ഇസ്ലാമി എതിർത്തിട്ടുണ്ട്. പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയലാർ രവി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ഒരുപോലെ വിമർശിച്ച ഒരു സംഘടന ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. കാരണം മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ മുഖം ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിക്കില്ല. അത് വരുത്താൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ മതേതരത്വവാദികളാണ്, ജനാധിപത്യവാദികളാണ് വരുത്താൻ ശ്രമിക്കുകയാണ്. എവിടെ പോയിട്ട്? അമ്പലത്തിൽ പോയി സുജൂദ് ചെയ്തിട്ട്, ക്ഷേത്രത്തിൽ പോയി സുജൂദ് ചെയ്തിട്ട്, മാത്രല്ല കേക്ക് മുറിച്ചിട്ട്. എന്തിനാ കേക്ക് മുറിക്കുന്നത്? എന്തിനാ കേക്ക് മുറിക്കുന്നത്? അതേ പിന്നെ ക്രിസ്മസിന് കേക്ക് മുറിക്കുകയാണ്. പെരുമ്പിലാവിൽ ഒരു സ്ഥാപനമുണ്ട്, അൻസാർ വിമൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോളേജ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം LF കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ട്രീസ ഡൊമിനിക് നിർവഹിച്ചു എന്നാണ്. അതിലെ പരിപാടികൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാണ്, ചെയർപേഴ്സൺ ഷഹീബ സബക്കായി എന്നിവർ സംസാരിച്ചു. ഷെർമി ഖിറാഅത്ത് നടത്തിയെന്ന്. എന്തിനാ ഖിറാഅത്ത് നടത്തിയത്? ക്രിസ്മസിന് കേക്ക് മുറിക്കുമ്പോൾ ഖിറാഅത്ത് നടത്ത ആര്? ഷെർമി. മാന്യരായ ജമാഅത്ത് സഹോദരങ്ങളെ, ഏത് ദീന, ഏത് തൗഹീദാ നിങ്ങൾക്കുള്ളത്? ഇസ്ലാം പറഞ്ഞതെന്താ? ഇസ്ലാം പഠിപ്പിച്ചതെന്താ? ഖുർആൻ പറഞ്ഞതെന്താ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറയൂ, അല്ലാഹു ഏകനാണ്, അല്ലാഹു അദ്വിതീയനാണ്, അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനായ യജമാനനാണ്. ലം യലിദ് വലം യൂലദ്, അവന് സന്താനമില്ല, അവന് മക്കളില്ല. മാത്രമല്ല അവൻ ജനിച്ചുണ്ടായവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരുമില്ല എന്ന് പറയാൻ വേണ്ടി അവതരിച്ച വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ ആയത്തോതിയിട്ടാണ് അള്ളക്ക് കുട്ടിയുണ്ടായ ദിവസം ആഘോഷിക്കുന്നത്. അള്ളാന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവപുത്രൻ. ആ ദൈവപുത്രൻ ജനിച്ചതിന്റെ ആഘോഷമാണ്. ഖുർആൻ എന്താ പറഞ്ഞത്? വഖാലു തഖദർ റഹ്മാനു വലദാ ലഖദ് ജിഅതും ശൈഅൻ ഇദ്ദാ തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ അൻ ദഉ ലിർറഹ്മാനി വലദാ വമാ യംബഗി ലിർറഹ്മാനി അയ്യത്തഖിദ വലദാ. ഖുർആൻ പറയാണ്, വഖാലു യഹൂദ നസറാക്കൾ പറഞ്ഞു, ഇത്തഖദർ റഹ്മാനു വലദാ, അല്ലാഹ്ക്ക് കുട്ടിയുണ്ടെന്ന്, അല്ലാഹ് കുട്ടിയെ സ്വീകരിച്ചു എന്ന് യഹൂദ ക്രൈസ്തവര് പറഞ്ഞു. ലഖദ് ജിഅതും ശൈഅൻ ഇദ്ദാ, അവര് പറഞ്ഞ വാക്ക്, അവർ കൊണ്ടുവന്നത് വളരെ ഗൗരവമുള്ളൊരു വാക്കാണ്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ, ആകാശത്തെ പിളർത്തിക്കളയുമാറ്, ഭൂമിയെ തകർത്തു കളയുമാറ്, പർവ്വതങ്ങളെ പൊടിച്ചു കളയുമാറ് ഗൗരവമുള്ള വാക്കാണ് അവർ വാദിച്ചത്. ആ വാദമാണ് അവർ ഉന്നയിച്ചത്. റഹ്മാനി വലദാ, പരമകാരുണ്യകനായ റബ്ബ് കുട്ടിയെ സ്വീകരിച്ചു എന്നാണ് അവർ പറഞ്ഞു കളഞ്ഞത്. റഹ്മാനി അയ്യത്തഖിദ വലദാ, പരമകാരുണ്യകനായ പടച്ചവന് ഒരിക്കലും യോജിച്ചതല്ലൊരു കുട്ടിയെ സ്വീകരിക്കുക എന്നത്. ഇത് പഠിപ്പിച്ച ഖുർആനിന്റെ അനുയായികളാണെന്ന് പറഞ്ഞിട്ട് ജമാഅത്തുകാരൻ മതേതരത്വത്തിന്റെ മുഖം മൂടി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? കേക്ക് മുറിക്കുക. കഴിഞ്ഞ ക്രിസ്മസിന് കൊച്ചിയില് ക്രിസ്മസ് പുടവ, ജമാഅത്തെ ഇസ്ലാമി ക്രിസ്മസ് പുടവ വിതരണം ചെയ്തു. മാധ്യമത്തിലെ വാർത്തയാണ്, ക്രിസ്മസ് പുടവ വിതരണം ചെയ്യുകയാണ് എന്ന്. എന്ത് മാന്യ സഹോദരങ്ങളെ, എന്തെല്ലാം അപരാധമാണ് ഇവർ ഇസ്ലാമിന്റെ പേരിൽ ഈ സമൂഹത്തെ കൊണ്ട് ചെയ്യിക്കുന്നത്. സമൂഹത്തിലെ യുവാക്കളെ വിളിച്ചിട്ട്, ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറയാ കയ്യൊപ്പിടാൻ. എവിടെയാ സോളിഡാരിറ്റി കയ്യൊപ്പിടിക്കുന്നത്? ഏതെല്ലാം അനാവശ്യങ്ങളുണ്ടോ, ഏതെല്ലാം അസാൻമാർഗികതയുടെ കവാടങ്ങളുണ്ടോ, ആ കവാടങ്ങളിലല്ലേ ജമാഅത്ത് സഹോദരങ്ങൾ കയ്യൊപ്പിടിക്കുന്നത്. ഒരു അന്ധമായ വിമർശനത്തിന് വേണ്ടി പറയല്ല, സ്വയം ഒന്ന് ചിന്തിക്കാൻ, ആലോചിക്കാൻ വേണ്ടിയാ പറയണത്. അള്ളക്ക് കുട്ടിയുണ്ടായ ദിവസത്തിൽ പുടവ കൊടുത്തിട്ട് ആഘോഷം പ്രകടിപ്പിക്കുക. അതുപോലെ തന്നെ കേക്ക് മുറിച്ചിട്ട് സന്തോഷം പങ്കുവെക്കുക, അള്ളാന്റെ കുട്ടിയുടെ സന്തോഷം പങ്കുവെക്കുക. ഖുർആൻ പറഞ്ഞത് അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന വലിയൊരു കളവ്, അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന വലിയൊരു കളവ്, അതിനെതിരെയാണ് ഖുർആൻ അവതരിച്ചത്. അതിനെതിരെയാണ് ഖുർആൻ അവതരിച്ചത്. അള്ളക്ക് കുട്ടിയുണ്ടായി എന്ന് പറഞ്ഞവർക്ക് താക്കീതായിക്കൊണ്ടാണ് ഖുർആൻ അവതരിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുമ്പോൾ, മാന്യ സഹോദരങ്ങളെ, ആ ദൈവപുത്രന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് കേക്ക് മുറിക്കുന്ന സോൾഡാറ്റിക്കാരെ നിങ്ങൾ ചിന്തിക്കണം. എവിടെ നിങ്ങൾ കയ്യൊപ്പിടിക്കണ യുവാക്കളെ കൊണ്ട്?
എന്നിട്ട് അത് ഇസ്ലാമാണ് പോൽ, ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ് പോൽ. ഒരിക്കലും ഈ കൂട്ടത്തിൽ മുസ്ലിം പൊതുധാരയിൽ നിൽക്കില്ല പോൽ. മുസ്ലിം പൊതുധാരയിൽ നിൽക്കില്ല എന്നാണ് ഇവിടെ പ്രസംഗിച്ച ഒരാളും പറയുന്നത്. ഞങ്ങൾ വേറെ ആൾക്കാരാണ്, നിങ്ങളെപ്പോലെ ഞങ്ങളെ കിട്ടില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആ അമ്മിക്കടിയിൽ തലവെച്ചു കൊടുക്കാൻ ഞങ്ങളെ കിട്ടില്ല. നേരെ മറിച്ച് നടന്നിട്ട് ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ അവരുടെ അടിയിൽ കയറിയിട്ട് നിരങ്ങാൻ ഞങ്ങൾ ഉണ്ട് എന്നാ. അല്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് ഏത് രാഷ്ട്രീയ നിലപാടുണ്ടായിട്ടുള്ളത്? ഒരു രാഷ്ട്രീയ നിലപാടുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ പൊളിച്ചെഴുതുകയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടയിൽ കടന്നു വന്നിട്ട് ഇസ്ലാമിനെ പൊളിച്ചെഴുതുകയാണ്. ഞാനിത് വെറുതെ പറയല്ല. രണ്ടുദാഹരണം ഞാൻ പറഞ്ഞു. ഒന്ന്, ജമാലുദ്ദീൻ മൗലവിയുടെ പ്രകടനം. രണ്ട്, കേരളത്തിൽ നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ ക്രിസ്മസ് ആഘോഷം. അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. പിന്നെ കേട്ടോളൂ, കാഴ്ച ഇരകളിലേക്ക് എന്ന ശീർഷകത്തിൽ സോളിഡാരിറ്റി നടത്തുന്ന ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് രാവിലെ 9:30 കല്ലായി റോഡിലെ മെട്രോ ടൂറിസ്റ്റ് ഹാളിൽ തുടങ്ങുന്ന. എന്താണ്? മെട്രോ ടൂറിസ്റ്റ് ഹോം എടുത്തിട്ട് അവിടെ എന്താ നടത്തുന്നത്? ഫിലിം ഫെസ്റ്റിവൽ. രാവിലെ 9:30 തുടങ്ങുന്ന ഉദ്ഘാടന ചിത്രമായി ചൈനീസ് ചിത്രമായി ലൂയി ഗെയ്ജൻ ബ്രാക്കറ്റിൽ ഗെറ്റിം ഹോം പ്രദർശിപ്പിക്കും. ആദ്യത്തെ സിനിമ ബർക്കത്തായിട്ട് വിസ്വി ചൊല്ലിട്ട് ഓണാക്കണ സിനിമയാണ് ഗെറ്റിൽ ഹോം. ചൈന ഇന്ത്യ പടയില്ലാണ്ട് കേരളത്തിലെ സിനിമയിലാണ്ട് ചൈനന്ന് കൊണ്ടുവന്നാണ്. മെയ്ഡ് ഇൻ ചൈന ഫസ്റ്റ് സിനിമ. അതുകൊണ്ട് അവസാനിക്കണോ? ഇല്ല. തുടർന്ന് 11:30 ബാറ്റിൽ ഇൻ സീറ്റിൽ. എന്താണ് ബാറ്റിൽ ഇൻ സീറ്റിൽ? സിനിമ എവിടെ കൊണ്ടുവന്നത്? USA, അമേരിക്കൻ പടം, അമേരിക്കൻ സിനിമ. വാ പൊളിച്ച സാമ്രാജ്യത്തെ വിരോധം. കൊക്കക്കോള കുടിക്കാൻ പാടില്ല, സാമ്രാജ്യത്തിന്റെ കൊക്കക്കോളയാണ്. അല്ല, സാമ്രാജ്യത്തിന്റെ പടം പറ്റുമോ? അമേരിക്കയിൽ നിന്ന് സിനിമ കൊണ്ടുവന്നു. അവറത്തൊക്കെ മറിച്ച താത്താമാരായിരിക്കുമല്ലോ അഭിനയിക്കുക. മാതാവുമാരൊക്കെ അവറത്തൊക്കെ മറിച്ചിട്ട് സിനിമ അഭിനയിക്കല്ലേ? ഇത് പത്രമാണ്, മാധ്യമമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. യുവാക്കളെ കൊണ്ട് കയ്യൊപ്പിടിക്കുകയാണ്. എവിടെയാണ് നിങ്ങൾ കയ്യൊപ്പിടിച്ചത്? ഇസ്ലാമിക ആദർശത്തിനെതിരെ ഈ മുസ്ലിം സമുദായത്തെ കൊണ്ട്, ഈ മുസ്ലിം സമുദായത്തിലെ യുവാക്കളെ കൊണ്ട് കയ്യൊപ്പിടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അമേരിക്കൻ സിനിമയാണ് പ്രദർശിപ്പിച്ചത്. രണ്ടാമത്തെ സിനിമ. അത് കഴിഞ്ഞോ ടച്ച് ഓഫ് മിദാഷ്, സ്പാനിഷ് ചിത്രമായ സെൻട്രൽ സ്റ്റേഷൻ എന്നിവ പ്രദർശിപ്പിക്കും. തുടർന്ന് 5 മണി മുതൽ നടക്കുന്ന മലയാള സിനിമയിലെ കീഴാള പ്രതിദാനങ്ങൾ എന്ന ചർച്ചയിൽ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന വലിയൊരു പ്രയാസ, വലിയൊരു വിഷയമാണ് മലയാള സിനിമയിലെ കീഴാള പ്രതിദാനങ്ങൾ. എന്ത് ഗതികേടാ നിങ്ങൾക്ക് മാന്യ സഹോദരങ്ങളെ! മലയാള സിനിമയിലെ കീഴാള പ്രതിദാനങ്ങൾ എന്ന വിഷയത്തിൽ രാമചന്ദ്രൻ, യാക്കോബ് തോമസ്, TP ഷമീം, ദീദി, AK വാസു എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് 7 മുതൽ പ്രശസ്ത ആക്ടിവിസ്റ്റ് നന്ദിതാദാസിന്റെ ഫിറാഖ് പ്രദർശിപ്പിക്കും. ആദ്യത്തെ ദിവസത്തെ അവസാനം അന്നഹുൽ ഫിറാഖ് അങ്ങനെയാണല്ലോ. വേറൊരു യാത്ര പോകുമ്പോ അങ്ങനെ ഫിറാഖ് ഉറപ്പിക്കുന്ന അവസാനം എന്താണ്? ഫിറാഖാണ്. എല്ലാം ഒപ്പിച്ചു. എന്നിട്ടോ അതുകൊണ്ട് അവസാനിച്ചില്ല. പിറ്റേന്ന് വാർത്ത എന്താണ്? സോൾഡാറ്റി ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. കോഴിക്കോട് 2 ദിവസമായി കോഴിക്കോട് മെട്രോ ടവറിൽ നടന്നു വരുന്ന സോളിഡാരിറ്റിയുടെ ഫിലിം ഫെസ്റ്റിവൽ ഇന്നലെ സമാപിച്ചു. രാവിലെ 10 മണിക്ക് വിനോദ് രാജയുടെ മഹുവ മെമ്മറീസ് എന്ന ഡോക്യുമെന്ററി പ്രദർശനത്തോടെയാണ് ഇന്നലെ ഫെസ്റ്റിവൽ ആരംഭിച്ചത്. തുടർന്ന് സ്പെയിൻ ചിത്രമായ ഇന്നസെന്റ് വേൾഡ്സ് പ്രദർശിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന മത്സര പ്രദർശനത്തിൽ ലഘുചിത്ര ഇനത്തിൽ ഹർഷൽ സംവിധാനം ചെയ്ത വാർ ഓഫ് ടവർ മികച്ച 1ാമത്തെ ചിത്രമായും ഫൈസൽ കോരങ്ങാടിന്റെ വഴിയെ 2ാമത്തെ ചിത്രമായും തെരഞ്ഞെടുത്തു. ഡോക്യുമെന്ററി വിഭാഗത്തിൽ മനോജ് കാരന്തൂരിന്റെ എന്റെ ഗ്രാമം, ഡോക്ടർ മുരളിയുടെ മാനശാദ എന്നിവയും മികച്ച ചിത്രങ്ങളൊന്നായി തെരഞ്ഞെടുത്തു. ഓപ്പൺ ഫോറത്തിൽ GP രാമചന്ദ്രൻ, ഡോക്ടർ K മുഹമ്മദ് നജീബ്, T മുഹമ്മദ്, ഹർഷദ്, ഫൈസൽ കോരങ്ങാട്, പ്രജേഷ് കുമാർ, ഡോക്ടർ മുരളി എന്നിവർ സംസാരിച്ചു. വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ സോൾഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് മുജീബ് റഹ്മാൻ വിതരണം ചെയ്തു. ജില്ലാ സെക്രട്ടറി റസാഖ് പാലേരി അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഫ്രഞ്ച് ചിത്രം ടൈം ഓഫ് ദ വോൾഫിന്റെ പ്രദർശനത്തോടെ ഫെസ്റ്റിവൽ സമാപിച്ചു. 2 ദിവസം കുത്തിയിരുന്ന് സിനിമ കണ്ടു തീർത്തു. 2 ദിവസം കുത്തിയിരുന്നിട്ട് സിനിമ കണ്ടു തീർത്തു. ഇവിടെ ഞങ്ങൾക്ക് ചോദിക്കാൻ ഒരേ ഒരു ചോദ്യമുള്ളൂ. അല്ല സോൾഡാരിറ്റിക്കാരെ, ഇസ്ലാമിന്റെ സമഗ്രത പറഞ്ഞിട്ട്, ഇസ്ലാമിന്റെ ആ സമഗ്രത അവകാശപ്പെട്ട് യുവാക്കളെ വിളിച്ചു കൂട്ടിയിട്ട് കോഴിക്കോട് കൊണ്ടുവന്ന് മെട്രോ ടവറിൽ കയറ്റിയിരുത്തിയിട്ട് 2 ദിവസം സിനിമ കാണിച്ച ജമാഅത്തുകാര്, ആ 2 ദിവസം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ, അമേരിക്കൻ പടം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ മലക്കുൽ മൗത്ത് വന്നിട്ട് ഒരു സോൾഡാരിറ്റിക്കാരന്റെ ആ റൂഹ് എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? അമേരിക്കൻ പടം അന്യ പെണ്ണിന്റെ സൗന്ദര്യം സിനിമയിലൂടെ കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ മലക്കുൽ മൗത്ത് വന്ന് റൂഹ് എടുത്തിരുന്നെങ്കിൽ ആരെ ഉത്തരവാദിത്തം പറയാ? അതൊന്നും ചിന്തിക്കേണ്ട. ദുനിയാവിൽ ഭരണം കെട്ടിപ്പടുത്താ പോരെ എന്ന്. അള്ളക്ക് ഭരണം ഉണ്ടാക്കി കൊടുക്കാൻ വന്ന ആൾക്കാരാ.
ദുനിയാവിൽ അള്ളക്ക് ഭൂമിയിൽ ഭരണം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അള്ളക്ക് നഷ്ടപ്പെട്ട ഭരണം അള്ളക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളുള്ളത് എന്ന് പറഞ്ഞ ആളുകള് അവരാണ് എന്തെടുക്കുന്നത്? സിനിമ പ്രദർശിപ്പിച്ചിട്ട് കയ്യൊപ്പിടിക്ക യുവാക്കളെ കൊണ്ട്. എന്ത് ഇസ്ലാമാ? ഇനിയിപ്പോ ഇത് കൂടുതൽ വിശദീകരിക്കണോ? കൂടുതൽ പറയണോ? എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് അംഗീകരിക്കണില്ല? എങ്ങനെ അംഗീകരിക്കുക? സുബ്ഹാനല്ലാഹ്. എല്ലാ ദിവസവും രാവിലെ പണ്ട് എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ ദറസിലെ മുത്തല്ലിമീങ്ങൾ പടത്തിന് പോകാറുണ്ട് ഇല്ലേ? മുത്തല്ലിമീങ്ങൾ ദറസിൽ പഠിക്കുന്ന കുട്ടികളിലേക്ക് ചോദിച്ചാൽ പറഞ്ഞുതരൂ. അവരെങ്ങനെ പോലെ തൊപ്പിയൊക്കെ അടിച്ച് ഇടിയിൽ വെച്ച് അരയിൽ തലയെക്കെട്ട് അടിച്ച് അരയെ ചുറ്റിയിട്ടാ പോലെ. കാരണം ഒരു മുസ്ലിം ആണെങ്കിൽ അങ്ങനെ പോയിക്കൂടാന്നാണ് മുയിലാറുടെ വിശ്വാസം അല്ലേ? ഇതങ്ങനല്ല. ഇപ്പൊ സോൾഡാർട്ടിയുടെ പ്രവർത്തകന്മാർ, പള്ളിയിലെ ഹത്തീവുമാർ സിനിമയിൽ അഭിനയിക്കാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞ് പാടാ എവിടെ മാറ്റിനിക്ക്. ആര്? പള്ളിയിലെ ഹത്തീബ്. കാരണം എന്താ? പള്ളിയിലെ ഹത്തീബ് നടനാണ്. പള്ളിയിലെ മെമ്പറിക്കേറി നമസ്കരിക്കുന്ന ഹത്തീബ് നടനാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പല പള്ളിയിലെ ഹത്തീബുമാരും സിനിമാ നടന്മാരാണ്. അതുകൊണ്ട് ജുമാഴിന് നേരെ മാറ്റിനിക്ക്, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. കാരണം എന്താ? നമ്മുടെ ഉസ്താദ് അഭിനയിച്ച പടല്ലേ, നമ്മുടെ ഉസ്താദ് അഭിനയിച്ച പടല്ലേ. അപ്പോ സിനിമയിൽ നേതൃത്വം ഇല്ലാന്ന് വേണ്ട. പള്ളിയിൽ ഇമാം തന്നെ സിനിമയിലും. ഏത് ദീനാ നിങ്ങൾ പഠിച്ചത്? ഏത് ഇസ്ലാമ പഠിച്ചത്? ഇത് നിങ്ങൾക്ക് ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. തമാശയല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ ഗൗരവം എന്താന്ന് ചിന്തിക്കണം. നമുക്കറിയാം നമ്മുടെ ഉമ്മമാര്, ഒരു സാധാരണ മുസ്ലിം റമളാൻ മാസമാകുമ്പോ എന്തെടുക്കുക? കർട്ടനും ടെലിവിഷന് പിന്നെ പുതപ്പിടും, ബ്ലാങ്കറ്റ് കൊണ്ടുപോയി നേരെ ഇടും, പുതപ്പിച്ചു കൊടുക്കും. ടെലിവിഷന് തണുത്തിട്ടില്ല, റമളാൻ മാസമാണ്. അവ പൂട്ടി വെക്കും, കേബിളൊക്കെ കട്ട് ചെയ്തിട്ട് ടി വി ഒക്കെ തിരിച്ചു വെക്കണാണ്. ചില വീട്ടിൽ തിരിഞ്ഞിരിക്കണാണ്. എന്താ? റമളാൻ മാസമാണ്, അപ്പോഴെങ്കിലും ഒരു ബഹുമാന. എന്നാൽ ജമാഅത്ത് ഇസ്ലാമി ചെയ്തെന്നറിയോ? തനിമയുടെ സ്നേഹവിരുന്ന് അപൂർവ ഒത്തുചേരലായി. 2007 ഒക്ടോബറിലെ പത്രാണ്. തനിമ ഒരുക്കിയ സ്നേഹവിരുന്ന് അത്യപൂർവ്വം ഒത്തുചേരലായി. ജമാഅത്തെ ഇസ്ലാമിയുടെ സാംസ്കാരിക വിഭാഗമായ തനിമ സിനിമാ രംഗത്തെ അണിയറ പ്രവർത്തകർക്കായി കൊച്ചി ടവറിൽ ഇഫ്താർ വിരുന്നൊരുക്കിയത് കണ്ടോ? റമളാൻ മാസത്തില് സിനിമാ നടന്മാരെ വിളിച്ചിട്ട് ഇഫ്താർ നടത്ത. റമളാൻ മാസത്തിൽ നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് കൊച്ചി ടവറിൽ ഏത് കാര്യത്തിൽ നന്മയും തിന്മയും ഉണ്ടെന്നും സമൂഹത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന സിനിമയിലൂടെ നന്മ പ്രചരിപ്പിക്കാനാവുമെന്നും ചടങ്ങിൽ സംസാരിച്ച തിരക്കഥാകൃത്ത് SN സ്വാമി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ സംരംഭങ്ങളൊക്കെയും ശബ്ദമില്ലാത്തവരുടെ ശബ്ദവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജിഹയുമാണ്. നിങ്ങൾ മനസ്സിലാക്കണോ? സിനിമാ ആടുകളെ വിളിച്ചുകൊണ്ടിട്ട് എന്നിട്ട് ഇവരുടെ ഒരു നേതാവ് പ്രസംഗിച്ചെന്നറിയോ? ഇന്നെങ്ങാനും അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിക്കുമായിരുന്നെങ്കിൽ അതാരായിരിക്കുമെന്നറിയുമോ? അമിതാഭ് ബച്ചനായിരിക്കും. പ്രസംഗിക്കാണ്. ഇന്ന് അള്ളാഹ് ഒരു പ്രവാചകനെ വിടുകയാണെങ്കിൽ അമിതാഭ് ബച്ചനായിരിക്കും. കാരണം എന്താ? സാഹിര്യങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് സാഹിറായി മൂസാ നബി നിയോഗിച്ചല്ലോ. സാഹിറ ആണ്ട് പണ്ട് ഫിറോന്റെ കാലത്ത് ഒരുപാട് സാഹിര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ സിഹറുമായിട്ടാണ് ആരെ വിട്ടത്? മൂസാ നബി. സുബ്ഹാനല്ലാഹ്. സിഹറുമായിട്ടാ മൂസാ നബി വന്നത്? ആണോ? സിഹറും കൊണ്ടാ മൂസാ നബി വന്നത്? മാന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കണം. മൂസാ നബി സിഹറും കൊണ്ടല്ല, സിഹറിനെ തകർക്കുന്ന, സാഹിര്യങ്ങളെ തകർക്കുന്ന മുഅ്ജിസത്തുമായിട്ടാണ് മൂസാ നബി വന്നത്. നമ്മൾ വിശ്വസിക്കണത്. ജമാഅത്തുകാരെ ന്യായീകരിക്കുക. അന്ന് അവരുള്ളത് കൊണ്ട്, ജ്യോത്സ്യന്മാരുള്ളത് കൊണ്ടാണ് മൂസാ നബിയെ ഇത്തരത്തിലുള്ള കാര്യം എന്ന് വെച്ചാൽ വടികിട്ടാല് പാമ്പാകും, കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടെടുക്കുമ്പോ പ്രകാശിക്കും. അങ്ങനെ മൂസാ നബി വിട്ടെന്താ? അന്ന് സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. മുഹമ്മദ് നബിയെ എന്താണ് ഏറ്റവും വലിയ സാഹിത്യത്തിന്റെ ഉടമയാക്കി വിട്ടത്? വിശുദ്ധ ഖുർആൻ ലോകത്ത് ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥായത് എന്തുകൊണ്ടാ? അന്ന് സാഹിത്യകാരന്മാർക്കാണ് മെജോറിറ്റി. എവിടെ? മക്കയില്. അതുകൊണ്ട് ഖുർആൻ ഏറ്റവും വലിയ സാഹിത്യമായിട്ട് നബി അയച്ചു, മുഹമ്മദ് നബി അയച്ചു. ഇന്ന് ലോകത്ത് എന്താണ് മികച്ചിരിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് ഇന്നെങ്ങാനും അള്ളാഹു ഒരു പ്രവാചകനെ വിടുകയാണെങ്കിൽ അത് ആരായിരിക്കുന്ന? അമിതാഭ് ബച്ചനെയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അമിതാഭ് ബച്ചൻ റസൂലുള്ളാഹ് എന്നൊക്കെ ചെല്ലുന്ന അവസ്ഥ. നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? പഴയ കാലത്ത് നമുക്കറിയാം മൗദൂദിയുടെ ചിന്താഗതികൾ പേറി. ആ മൗദൂദിയുടെ ചിന്താഗതികൾ പേറി അതുമായി നടന്ന് ഈ സമൂഹത്തെ കൊണ്ട് എല്ലാം ചെയ്യിച്ചു, എല്ലാ തോന്നിവാസങ്ങളും ചെയ്യിച്ചു ഇല്ലേ? ഇന്ത്യ രാജ്യത്തിനെതിരെ വരെ പണിയെടുപ്പിച്ചു. മുസ്ലിം സമുദായത്തെ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി. ഇവിടെ പ്രസംഗിച്ച ഒരാൾ പറഞ്ഞു അത്രേ, എന്താണ് മുജാഹിദുകള് അവര് സമ്മേളനം നടത്തിയപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദിയാണെന്ന് പരിചയപ്പെടുത്താനാണ് സമയം കണ്ടെത്തിയത് എന്നാ. 4 ദിവസം സമ്മേളനം മുഴുവൻ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദി ഇങ്ങനെ പറഞ്ഞിരിക്കുക അല്ല. മൂപ്പര് ഇങ്ങനെ ബസ്സിൽ പോയപ്പോ കേട്ടോ, അങ്ങനെ ബസ്സിൽ പോയ അത്രയൊക്കെ കേൾക്കുള്ളൂ, പടച്ചോൻ വെച്ചിട്ടേ കേൾക്കുള്ളൂ. നിങ്ങൾ പ്രത്യേക ജമാഅത്തുകാരനായതുകൊണ്ട് ആ സന്ദേശം നിങ്ങളുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടാവും, അത് എത്തിച്ചിട്ടുണ്ടാവും. അല്ല ബെല്ലോത്തു ഞങ്ങൾ എത്തിച്ചു തന്നില്ലേ എന്ന് ഞങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങളോട്. പരലോകത്തും അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി